കൊച്ചി. തനിക്കെതിരെ പീഡന കേസ് വന്നതിന് പിന്നാലെ അതിവേഗം വാർത്താ സമ്മേളനം നടത്തി ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് നടൻ നിവിൻ പോളി. പീഡന പരാതി നൽകിയ യുവതിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ആദ്യമായാണ് തനിക്കെതിരെ ഇത്തരം ആരോപണമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും നിവിൻ പോളി പറയുന്നു. ആരോപണം പല രീതിയിൽ ബാധിക്കുന്നു. കുടുംബം ഉള്ളതാണ്. അതിനാൽ വസ്തുതകൾ മാധ്യമങ്ങൾ പരിശോധിക്കണം. പരാതിയിൽ പറയുന്ന കാര്യം ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പുള്ളതിനാലാണ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തതിനാൽ നിയമ പോരാട്ടം നടത്തും. അതിനായി ഏതറ്റം വരെ പോകും. നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പരമാവധി ശ്രമിക്കും. നാളെ മറ്റുള്ളവർക്കും എതിരെ ആരോപണം വരും. അവർക്കും കൂടി വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സത്യാവസ്ഥ തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് സഹകരിക്കാൻ തയ്യാറാണെന്ന് നിവിൻ പോളി പറയുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സത്യം തെളിയുമ്പോഴും മാധ്യമങ്ങൾ കൂടെ നിൽക്കണം. 1.5 മാസം മുമ്പാണ് ഊന്നുകൽ സ്റ്റേഷനിൽ നിന്നും CI വിളിച്ച് പരാതിയെക്കുറിച്ച് പറയുന്നത്. പെൺകുട്ടിയെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. കള്ളക്കേസാണെന്നും വ്യക്തമായി. പറഞ്ഞ കേസ് പോലീസ് ക്ലോസ് ആക്കി. പരാതി കൊടുക്കട്ടെ എന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചിരുന്നു. ഇത്തരം കേസുകൾ വരാറുണ്ടെന്നും അതിനെ ആ വഴിക്ക് വിടാനും പോലീസ് പറയുന്നു. വക്കീലും സമാനമായ ഉപദേശമാണ് നൽകിയത്. നിയമപരമായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും. ഇത് മനഃപൂർവ്വമായ ആരോപണം. ഇതിനെല്ലാം പിന്നിൽ ഗുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബത്തെയാണ് ഇത്തരം ആരോപണങ്ങൾ കൂടുതൽ ബാധിക്കുക. കുടുംബം എന്നോടൊപ്പമാണ്. എൻ്റെ കുടുംബത്തിന് എന്നെ അറിയാം. വാർത്ത വന്നപ്പോൾ അമ്മയെ ആണ് വിളിച്ചത്. നീ ധൈര്യമായിരിക്കുക എന്ന് അമ്മ പറഞ്ഞത്. തനിക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നിവിൻ പോളി നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഒരു പെൺകുട്ടിയെ ഞാൻ ലൈംഗികമായി ചൂഷണം ചെയ്തതായി ആരോപിച്ചുള്ള വ്യാജ വാർത്താ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് തീർത്തും അസത്യമായ ആരോപണമാണ്. ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാനും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരാനും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ആശങ്ക അറിയിച്ചതിന് നന്ദി. മറ്റു കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യും. തൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിവിൻ പോളി കുറിച്ചു. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എറണാകുളം റൂറൽ SPക്ക് ലഭിച്ച പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറി. പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. പ്രാഥമിക അന്വേഷണം പൂർത്തിയായതോടെ നിവിനെതിരെ കേസെടുത്തത്. ആകെ 6 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ. ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. ശ്രേയയാണ് 1ാം പ്രതി. നിർമ്മാതാവ് AK സുനിൽ 2ാം പ്രതി. ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് 3ഉം 4ഉം 5ഉം പ്രതികൾ. പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് ചുമത്തിയത്. 2 മാസം മുമ്പാണ് യുവതി പരാതി നൽകിയത്. മലയാള സിനിമയിൽ പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിവിൻ പോളിക്കെതിരെ പരാതി ഉയരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 11ആയി.